ഏറ്റവും കൂടുതൽ പ്രധാനം ഈ സാമ്പത്തിക നമ്മൾ ഈ വ്യർത്ഥ സംഭാഷണം പൂർണ്ണമായി ഒഴിവാക്കുക. ഹല്ലേലൂയ. ഈ കൃപ കിട്ടണമെങ്കിൽ ഏറ്റവും നിരുമ്പോൾ നിശബ്ദത, നാവിനും ഹൃദയത്തിനും നല്ല നിശബ്ദത നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. പ്രസലോഷ്, നമ്മുടെ നാവിനെ വേറെയുള്ളവരല്ല നിയന്ത്രിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. പ്രസലോഷ്. പൗലോസ് പറഞ്ഞ പോലെ 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നാവിന് നിയന്ത്രണമുണ്ട്. ഇന്ന് ഈ മൊബൈൽ ഫോണിലൊക്കെ അടിമപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പോവുകയാണ്. ഒഴുക്കിൽ വലിയ ഒഴുക്കിപ്പെട്ടാൽ പിന്നെ അങ്ങ് പോവുകയാണ്. ആളുകൾ പറഞ്ഞ് അവിടെ ഈ ന്യൂസ് അവിടെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പറഞ്ഞു ഇവർ ഭയങ്കര ഇവരങ്ങ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ടയേർഡാകുന്നൊരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ഷീണിതരെ ഈ മോശമായ ചിത്രമെല്ലാം കണ്ട് ടയേർഡായിക്കൊണ്ടിരിക്കുക, നിരാശകരപ്പെടുത്തിരിക്കുക. യുദ്ധം വന്നു, ഇനിയിപ്പോൾ അതിനകത്തോട്ട് കയറി ഞാൻ ഇവനും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ കയറിപ്പിടിക്കുകയാണ്. നാട്ടിലുള്ള മുഴുവൻ രോഗങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മുടെ ജീവിതം ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. ഏതുവനോ എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാവുന്നൊരു പൊതുസ്ഥലം പോലെ നമ്മുടെ ആത്മാവിനെ മാറ്റരുത്.